Hi Makalai, welcome back to Silent Learning. Here is a man behind your success. It's me, Ashik sir. Just blaster. So Makalai, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എക്സാംസിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് ബേസിക്കലി ദ റൈസ് ഓഫ് എംപേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൗര്യ എംപയർ അല്ലേ. സോ മൗര്യ എംപയറിനെ കുറിച്ച് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, മൗര്യ എംപയറിനെ കുറിച്ച് ഏത് കാര്യമാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നൊരു ഡൗട്ട് ഉണ്ടാവില്ലേ. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സാർ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് മൗര്യ എംപയറിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, സെറ്റായി കിഡലോസ്കൈ പഠിച്ചു വെക്കുക. ഓക്കെ, സോ മൗര്യ എംപയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആരാണ് ഈ മൗര്യ എംപയർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, ആരാണ്? സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും പെട്ടെന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ബേസിക്കലി നമുക്കറിയാം ആരാണ്, ചന്ദ്രഗുപ്ത മൗര്യയാണ് അല്ലെ. ചന്ദ്രഗുപ്ത മൗര്യയാണ് ബേസിക്കലി മൗര്യ എംപയറിന്റെ മെയിൻ തലൈവർ അല്ലെ. പുള്ളി എന്ത് ചെയ്തിട്ടാണ്, ആരെ തോൽപ്പിച്ചിട്ടാണ് മൗര്യ എംപേഴ്സിനെ കൊണ്ടുവരുന്നത്? യെസ്, വെരി ഗുഡ്. ആരെയാണ്? ഓവർ 3 നന്ദാസിനെ എന്ത് ചെയ്തു, ഡിഫീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മൗര്യാസ് വേറെ ലെവലായിട്ട് വരുന്നതാണ് മൗര്യ എംപയർ. സെറ്റ് ആണല്ലോ? യെസ്. സോ ഇവരുടെ ക്യാപിറ്റൽ ബേസിക്കലി ഏതാണ്? യെസ്, വെരി ഗുഡ്. ഏതാണ്? പാടലിപുത്രയാണ് ഇവരുടെ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ്. ദെൻ നമുക്കറിയാം എല്ലാ രാജാവിനെയും ഇങ്ങനെ അഡ്വൈസ് ചെയ്യാൻ ഒരു മെയിൻ ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ടാവും, ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടാവും അല്ലെ. ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു അഡ്വൈസറി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവും. ഇവിടെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാര്യത്തിൽ ആരാണത് ചെയ്തതെന്നറിയോ? ദ ഗ്രേറ്റ്, യെസ്, കൗടില്യാണ്. ചാണക്യ, കൗടില്യ എന്നൊക്കെ അറിയപ്പെടുന്ന വലിയ മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നത്. സോ ഈ ചാണക്യനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹി ഈസ് എൻ എക്സ്പേർട്ട് ഇൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമി അല്ലെ. പൊളിറ്റിക്സിലും എക്കണോമിയിലും അദ്ദേഹത്തെക്കാൾ വലിയ എക്സ്പേർട്ട് അയാൾ ജീവിച്ചിരുന്ന കാലത്ത് വേറൊരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല അല്ലെ. നമ്മൾ ഇന്നിപ്പോൾ മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലും വേറെ ലെവലാന്നൊക്കെ പറയുന്ന പോലെ അന്ന് പൊളിറ്റിക്സിലും എക്കണോമിയിലൊക്കെ നമ്മുടെ സ്വന്തം ചാണക്യ എന്താണ്, ദ ഗ്രേറ്റ് ആയിരുന്നു. സോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ അഡ്വൈസിന്റെ അല്ലെങ്കിൽ ഗൈഡൻസിന്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചന്ദ്രഗുപ്ത മൗര്യ തന്നെ മൗര്യ എംപയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഇവരാരെയൊക്കെ തോൽപ്പിക്കുന്നുണ്ട്, ഗ്രീക്ക് സത്രവാസിനെ തോൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെക്കാൻ റീജിയനിലേക്ക് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ഡെക്കാൻ റീജിയൻ അറിയായിരിക്കും. സോ സാർ ഒന്ന് റഫായിട്ട് വരച്ചു തരാം. ഇതാണ് ബേസിക്കലി ഒരു ഡെക്കാൻ റീജിയൻ ആയിട്ട് വരുന്ന അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ, ഡെക്കാൻ റീജിയൻ ഈ ഒരു ഏരിയാസിലാണ്. സോ ഈ ഏരിയാസിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യ വരുന്നുണ്ട് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. പിന്നെ ഈ സമയത്തുള്ള ഗ്രീക്ക് ഡിപ്ലോമാറ്റ് മെഗസ്തനീസ് എഴുതിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്. ഇത് എപ്പോഴും MCQ ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് അവരെപ്പോഴും ചോദിക്കുന്നതാണ് മെഗസ്തനീസ് എഴുതിയിട്ടുള്ള ബുക്ക് ഏതാണ്? യെസ്, എൻ്റെ മക്കൾ ഇപ്പോൾ കമൻറ്റ് വിടണം, ഏതാണ്? ഇൻഡിക്കയാണ്. ഓക്കെ, ഇൻഡിക്കയാണ് കമൻറ്റ് ഉണ്ടത്. ഓക്കെ, ഇൻഡിക്ക. ഓക്കെ, യെസ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൗടില്യാസിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഈ കൗടില്യ അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ള മനുഷ്യനാണ് ഈ കൗടില്യ അല്ലെ, ചാണക്യൻ. ഈ പുള്ളി എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് തന്നിട്ടുള്ളത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പുള്ളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. സോ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, അർത്ഥശാസ്ത്ര എന്ന് പറയുന്നു കിടിലനായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയിട്ടുണ്ട്. ഏതാണ്? അർത്ഥശാസ്ത്ര. സോ ഇതിൽ ബേസിക്കലി എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, ഗവേണൻസ് ഓഫ് എ നേഷൻ, ഒരു രാജ്യത്തിന്റെ ഗവേണൻസ്, ഭരണം എങ്ങനെയായിരിക്കണം എന്ന് പുള്ളി പറയും. പിന്നെന്താണ്? എക്കണോമി അല്ലെ, ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, എക്കണോമിക് സിസ്റ്റം എങ്ങനെ അടിപൊളിയാക്കണം എന്ന് പുള്ളി പറയുന്നുണ്ട്. ദെൻ ജസ്റ്റിസിനെ കുറിച്ച്, നീതിയെക്കുറിച്ചും വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചും പറയുന്നുണ്ട്. യെസ്, പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കിങ്ഡത്തിന് വേണ്ട 7 പാർട്സ്, സപ്താംഗയെ കുറിച്ച് പറയുന്നുണ്ട്. സപ്താംഗം എന്ന് വെച്ചാൽ 7 പാർട്ട് അല്ലെ, രാജാവ് ഉണ്ടായിരിക്കണം, ദുർഗ ഉണ്ടായിരിക്കണം, അങ്ങനെ 7 പാർട്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം എന്തിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ആന്റി കറപ്ഷൻ, അഴിമതി ഉണ്ടാവാൻ പാടില്ല അല്ലെ. ഒരു വലിയ സാമ്രാജ്യവും രാജ്യവും മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അഴിമതി ഉണ്ടാവാൻ പാടില്ല. രാജ്യത്ത് അഴിമതി കൂടിയാൽ എന്ത് ചെയ്യും, ജനങ്ങൾ പ്രതിഷേധിച്ചാൽ രാജാവിന് സ്ഥാനം കഴിഞ്ഞ് പോകേണ്ടി വരും, ചിലപ്പോൾ നാട് വിടേണ്ടി വരും അല്ലെ. അപ്പോൾ കറപ്ഷൻ ഇല്ലാത്ത, ജനങ്ങൾക്കൊക്കെയും വെൽഫെയർ, ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണ സംവിധാനം, ഗവേണൻസ് സിസ്റ്റം ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചാണക്യ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ,
യെസ്, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. പിന്നെ അദ്ദേഹം പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യെസ്, ജനങ്ങളുടെ നന്മയിലാണ് എന്ത് ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ രാജാവിന്റെ അധികാരം നിൽക്കുന്നത്. ഓക്കെ, രാജാവിന്റെ അധികാരം നിൽക്കുന്ന എപ്പോഴും എവിടെയാണ്? യെസ്, ഇൻ ദ ഹാപ്പിനെസ് ഓഫ് ഹിസ് സബ്ജക്ട് ലൈക്സ് ദ കിങ്സ് ഹാപ്പിനെസ്. അല്ലെ, രാജാവിന്റെ അധികാരവും രാജാവിന്റെ സന്തോഷവും എവിടെയാണ്? ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക, പ്രജകൾക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യത്തിലാണ് എന്നാണ് ചാണക്യ പറയുന്നത്. ഓക്കെ, സോ അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക? എംപയർ, മൗര്യൻ എംപയറിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നന്നായിട്ട് പഠിച്ചിരിക്കുക. ദെൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് കൗടില്യന്റെ കോൺട്രിബ്യൂഷൻസ്. അതും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? സെറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. യെസ്, യുവർ സെഷൻ ഈസ് ഓവർ, ബട്ട് ദ റോർ ഓഫ് ലേണിംഗ് നെവർ എൻഡ്സ്. ദിസ് ഇസ് എ മാൻ, ആഷിഖ് സർ, ജസ്റ്റ് സൈനിങ് ഓഫ്. താങ്ക് യു, ബൈ.